അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ ഇസ് ദ ബെസ്റ്റ്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. അതെ, വാങ്ങുന്നത് ഓക്സിജനിൽ നിന്നാണെങ്കിൽ എല്ലാം ഒറിജിനൽ ആയിരിക്കും. വിശ്വസിക്കാം, എന്നെ പോലെ. ഡെഷാമ്പിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു വിന്നിങ് കൾച്ചർ ജയിക്കാൻ പോകുന്ന സ്ഥലമാണ് ഈ വേൾഡ് കപ്പ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ദിലീപിന് ഈ രണ്ട് ടീമുകൾ നമുക്കിഷ്ടമുള്ള ടീമാണ് സ്പെയിനും ഫ്രാൻസും. ആ രീതിയിൽ എങ്ങനെയാണ് ഫ്രാൻസിന് എങ്ങനെയാണ് സ്പെയിൻ ബീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, ഈ കളിയിൽ ഒരു ഫേവറേറ്റ് എന്ന് പറയാൻ ഒരു ടീമില്ല. ഇപ്പൊ ദശാംസ് ഇപ്പൊ ഇന്നത്തെ കളി 26ാമത്തെ ലോകകപ്പ് കളിയാണ് കോച്ചായിട്ട്. ഇതിനു മുമ്പ് ഹെൽമറ്റ് ഷോൺ ആയിരുന്നു 25 റെക്കോർഡ്. സ്പെയിനിന്റെ ആണെങ്കിൽ പക്ഷെ ഡെലഫിയോന്റെ 12 മാച്ച് ഒറ്റ മേജർ ചാമ്പ്യൻഷിപ്സിൽ കോച്ച് ചെയ്ത് ഒറ്റൊന്നും തോറ്റിട്ടില്ല. 12 അല്ല 13. 12 ജയവും 1 ഡ്രോവും യൂറോം ലോകകപ്പുമായിട്ട്. അപ്പൊ ഇത് അത്രയും മികച്ച രണ്ട് ടീമാണെന്നാണ് കാണിക്കുന്നത്. ഫ്രാൻസ് ഇന്ന് ജയിച്ചാൽ ബ്രസീലും വെസ്റ്റ് ജർമ്മനിയും മാത്രമേ ഇതിനു മുമ്പ് 3 ലോകകപ്പ് ഫൈനൽ അടുപ്പിച്ചെത്തിയിട്ടുള്ളൂ. ആ ഒരു കാറ്റഗറിയിൽ എത്തും ഫ്രാൻസ് ഇന്ന് ജയിച്ചാൽ. പക്ഷെ ഒരു കാര്യം എന്താ, ഈ ലോകകപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച രണ്ട് ടീമാണ്. രണ്ടും ഫുട്ബോൾ കളിക്കാൻ വരുന്ന ടീംസ്, സ്പോയിൽ ചെയ്യാൻ വരുന്ന ടീംസ് അല്ല. പലപ്പോഴും ഒരു മേജർ ടൂർണമെന്റിലൊക്കെ ചില ടീംസ് മറ്റേ ടീം കളിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങണം. ഇതല്ല, ഇത് രണ്ട് പ്യൂർ ഫുട്ബോൾ ടീംസ് ആണ്. അത് കാരണം അതിൻ്റെതായിട്ടുള്ള ഒരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. അതിലിപ്പം എംബാപ്പെ, യമാൽ എന്നൊക്കെ പറയുമ്പോഴേ രണ്ടാളും ഒരേ ലീഗിൽ കളിക്കുന്ന. അപ്പോൾ അതിൽ നമ്മൾ പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഇവർക്കൊക്കെ സ്ട്രാറ്റജീസ് അറിയാലോ. യമാൽ അനാവശ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കളിക്ക് മുമ്പ്. എംബാപ്പെ ഒന്നും അങ്ങനെയൊന്നും അനാവശ്യമായിട്ടെന്നാണ്. അല്ല, ഞങ്ങൾക്ക് ഫ്രാൻസിനെ പേടിയില്ല, അവരാണ് ഞങ്ങളെ പേടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കളിക്ക് മുമ്പ് മിണ്ടാതിരിക്കുക എപ്പോഴും നല്ലത്. കഴിഞ്ഞ തവണയും ഇവർ അവസാന ലോകകപ്പിൽ കളിച്ച 2006 അപ്പൊ സിഡാൻ റിട്ടയർമെന്റിന് വന്നിട്ട് ആ ടൂർണമെന്റിന് മാത്രമായിട്ട് കളിച്ചതാണ്. അപ്പൊ ആ കളിക്ക് മുമ്പ് സ്പാനിഷ് കളിക്കാർ പറഞ്ഞു ഞങ്ങൾ വേഗം റിട്ടയർമെന്റിലേക്ക് തിരിച്ചയക്കാന്ന്. ആ കളിയിൽ സിഡാൻ ഒരു ഗോൾ അടിച്ചു, ഒന്ന് സെറ്റപ്പ് ചെയ്തു, ഫ്രാൻസ് 3-1 ജയിച്ചു. അപ്പൊ ഈ വലിയ കളിക്കാരെ വെറുതെ തോണ്ടാതിരിക്കുക നല്ലത് എപ്പോഴും. ഈ ഇതിനകത്ത് നമുക്കറിയാം, ഇപ്പം സ്പെയിൻ ലാസ്റ്റ് 2 മേജർ ടൂർണമെന്റിലും ഫ്രാൻസ് തോപ്പിച്ചിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും നേഷൻസ് ലീഗ് ഞാൻ മേജർ ടൂർണമെന്റ് എന്ന് പറയില്ല, പക്ഷെ ശരിയാണ്. യൂറോയില് 2-1 ജയിച്ചു, നേഷൻസ് ലീഗിൽ 5-4. അതെങ്ങനെങ്കിലും എന്തെങ്കിലും തരത്തിൽ സൈക്കോളജിക്കലായിട്ട് ഫ്രാൻസിനെ തോപ്പിക്കാനുള്ള ഒരു സാധ്യതയായിട്ട് സ്പെയിന് മാറുമോ? സൈക്കോളജിക്കലായിട്ട് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഇത് കുറേം കൂടി ഒരു മികച്ച ഒരു ഫ്രഞ്ച് ടീമാണ്. ഒളീസ അതിൽ സെറ്റിൽഡ് ആണ്. ഇപ്പം കഴിഞ്ഞ കൊല്ലം അതിനും യൂറോയിലൊക്കെ വളരെ ഒരു മോശം ഫ്രഞ്ച് ടീമായിരുന്നു, ഒരു ഫ്ലുവൻസി ഇല്ലാതെ കളിച്ച ടീം. ഇതിപ്പോൾ അവർ ആ മുൻനിര ശരിക്കും സെറ്റായിട്ട് വേറെ തന്നെ ഒരു ടീമാണ് അവർ ഈ ചാമ്പ്യൻഷിപ്പ്. ഇതിൽ ഫ്രാൻസ് ഇതുവരെ ഒരു സിംഗിൾ ഗോൾ പോലും കൺസിഡർ ചെയ്തിട്ടില്ല നോക്കൗട്ട് സ്റ്റേജിൽ. അപ്പോൾ നമ്മൾ അത് നോക്കുന്ന സമയത്ത് ഇപ്പം ഫ്രാൻസിൻ്റെ ഒരു 37 ഇങ്ങനെ വിൻ ചെയ്ത് വരികയാണല്ലോ. അപ്പം അതിനകത്ത് തോൽക്കാതെ വരുന്ന ഒരു ടീം ദിലീപിന് തോന്നുന്നുണ്ടോ ഈ ഫ്രാൻസിനെ? സ്പെയിനും അതെ, സ്പെയിനാണ് ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയിട്ട്, ഒരു ഗോൾ ഉണ്ട്. എന്നാൽ പോലും ഇവരുടെ ഒരു കാര്യം കാണിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ആൾക്കാർക്ക് ഈ അറ്റാക്കിംഗ് ഫുട്ബോൾ എന്താ, ഡിഫെൻസ് ഫുട്ബോൾ എന്താന്ന് പലപ്പോഴും അറിയില്ല. അറ്റാക്കിംഗ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല എന്നല്ല. ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ടീംസിന് എപ്പോഴും ആ ഒരു നല്ല ഡിഫെൻസീവ് പ്ലാറ്റ്ഫോമും നല്ല ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഉണ്ടാവുക. ആ അടിത്തറയിൽ നിന്നാണ് അവർ കളിക്കുന്നത്. ഈ ടൂർണമെന്റിൽ ഏറ്റവും നല്ല 2 അറ്റാക്കിംഗ് ടീംസിനാണ് ഏറ്റവും നല്ല ഡിഫെൻസീവ് റെക്കോർഡ്സ് ഉള്ളത്. അതൊരു കോയിൻസിഡൻസ് അല്ല. ഇതിൽ പിന്നെ നമുക്കിപ്പം പേടിയുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സ്പെയിൻ മെല്ലെ വരികയാണ്. ഫ്രാൻസ് ഒരു ഭയങ്കര ഡോമിനൻ്റ് ആയിട്ട് വരികയാണ് ഈ കളിയിലേക്ക്. ഈ കളിയിൽ നിന്നല്ല, നമ്മൾ ഡ്രോ ഒന്നുമില്ല, എല്ലാം ബീറ്റ് ചെയ്തിട്ടാണ് ഫ്രാൻസ് വരുന്നത്. അതിനകത്ത് ദിലീപ് എന്തെങ്കിലും പ്രവചനം നടത്തണമെങ്കിൽ എങ്ങനെയായിരിക്കും? പ്രവചനം നടത്താന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ഓരോ ഈ പിച്ചിന്റെ എല്ലാ ഭാഗത്തും ഓരോ മിനി ബാറ്റിൽസ് ഉണ്ട്. ഇപ്പൊ എംബാപ്പയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ
എംബാപ്പെ എങ്ങനെ മറ്റേ സ്പെയിനിൻ്റെ സെൻട്രൽ ഡിഫൻഡേഴ്സ് ആയിട്ടുള്ള ഒരു കളി, പാവോ കുബാർസിക്ക് 2 യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്, അതായത് 2 റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ബാഴ്സലോണയ്ക്ക്, ഡിനയൽ ഓഫ് ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസ്. ഒന്ന് ബെൻഫീക്കായിട്ടും ഒന്ന് ഈ കൊല്ലത്തെ ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ ആയിട്ടും. ഉറപ്പായിട്ടും എംബാപ്പെ കുബാസിയെ ഐസൊലേറ്റ് ചെയ്യാൻ നോക്കും അവർ ത്രൂ ബോൾ കൊടുത്തിട്ട്. അപ്പം അത് ചെറുപ്പക്കാരനാണ്, വളരെ ഭാവിയിലത്തെ ഒരു ഗ്രേറ്റ് ഡിഫൻഡറാണെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇപ്പോഴത്തെ കുബാസിക്ക് ഇപ്പോഴത്തെ എംബാപ്പെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് കണ്ടറിയണം. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഡൂയ ആയിരിക്കും മിക്കവാറും കളിക്കുക, കുറച്ചും കൂടി ഒരു ട്രിക്കറി ഉള്ള കളിക്കാരനാണ്. പെഡ്രോ പോറോ നല്ല അറ്റാക്കിംഗ് റൈറ്റ് ബാക്ക് ആണ്, പക്ഷെ ഡിഫെൻസീവ്ലി കുറച്ച് ഷെയ്ക്കിയാണ്. അത് പലപ്പോഴും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോട്ടനമിന് കളിക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഒളീസയും റോഡ്രിയും. ഒളീസെ മറ്റേ ടീമിന് യെല്ലോ കാർഡ് വാങ്ങിക്കൊടുക്കാൻ മിടുക്കനാണ്. എന്താ വെച്ചാൽ ഈ ഹാഫ് ടേണിൽ പെട്ടെന്ന് തിരിയാൻ പറ്റുന്ന കളിക്കാരെ ടാക്കിൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവരെ പിന്നെ ഒളീസെ ഓടുകയല്ല ചെയ്യണം, ഈ ഐസിലൊക്കെ സ്കേറ്റ് ചെയ്യണ പോലെ അത്രയും ഫ്ലൂയിഡ് ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു കളിക്കാരനെ ടാക്കിൾ ചെയ്യുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ ടൈമിങ് തെറ്റും. എങ്ങാനും റോഡ്രിക്ക് ആദ്യത്തെ 20 മിനിറ്റിൽ ഒരു യെല്ലോ കാർഡ് കിട്ടിയാൽ അത് സ്പെയിനിന്റെ ശൈലി ആകെപ്പാടെ മാറ്റും. എന്ന് വെച്ചാൽ കുറച്ച് പിന്നെ നിങ്ങൾക്കൊരു പേടിയാണ്, പിന്നെ രണ്ടാമത്തെ യെല്ലോ വന്നാൽ റെഡായി. അപ്പൊ അവിടെ അങ്ങനെ പല ബാറ്റിൽസ് ഉണ്ട്. അപ്പുറത്തും അതെ, യമാല് റൈറ്റ് ഫ്ലാങ്കില്, ലൂക്കാഡിനെ നല്ല അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ്, ഡിഫെൻസീവ്ലി കുറച്ചൊരു പ്രശ്നമുള്ള കളിക്കാരന്. അപ്പൊ ഇങ്ങനത്തെ മിനി ഇത് ആരൊക്കെ ജയിക്കുന്ന അനുസരിച്ചിരിക്കും. ഞാൻ ദിലീപ് പറഞ്ഞു വെച്ചിട്ട് ഞാൻ നമ്മൾ സംസാരിക്കുമ്പം എനിക്കുണ്ടായ ഒരു എഡ്യൂക്കേഷനാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ 2 ടീമുകൾ വളരെ 4 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന 2 ടീമുകളാണ് ഫ്രാൻസും സ്പെയിനും. അത് അവരാണ് ശരിക്കും ഒരു എന്താ പറയുക, കോച്ചും ഇതൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ടീമുകൾ ഏറ്റുമുട്ടുന്ന സമയത്ത് മറ്റത് നമ്മൾ ദിലീപനെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പെട്ടെന്ന് വരുന്ന കളിക്കാർ, എല്ലാ ടീമുകളും കൂടി പല ക്ലബ്ബ് ഇതിൽ നിന്നും വരുന്ന കളിക്കാരെ ഒന്നിച്ചു കൊടുക്കും. പക്ഷേ ഇതൊരു ഇവർക്കൊരു എന്താ പറയുക, ഫ്യൂച്ചർ ടീംസാണ് ഈ രണ്ടും. അത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് ദിലീപിന് എന്താ തോന്നുന്നു? ഇതിൽ കുറച്ച് ഞാൻ എപ്പോഴും പറയുന്നത് ചരിത്രത്തിന് ഇതിലൊരു പങ്കില്ല. പക്ഷെ ഒരു രാജ്യത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ഒരു കളിക്കാരുടെ ഒരു DNA പോലെയായി മാറും. ചില ടീംസിന് ഇപ്പൊ അർജന്റീന എന്തുകൊണ്ട് എല്ലാ ക്ലോസ് മാച്ചും ജയിക്കും, എന്തുകൊണ്ട് ഒരു കേപ്പ് വേർഡിയോ ഈജിപ്റ്റോ ക്ലോസ് മാച്ച് ജയിക്കുന്നില്ല, അത് ആ ഒരു കളിക്കാരുടെ ഒരു DNA-യിലുണ്ട്. നമുക്ക് ആ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കളി ജയിക്കാൻ പറ്റുന്നുള്ളൊരിത്. അതെന്റെ അഭിപ്രായത്തിൽ ഫ്രാൻസിന് കുറച്ചും കൂടി ഉണ്ട്. ഇത് 2 ടീമുകളും ഒരു 1980-കൾ വരെ ഫുട്ബോളിലത്തെ ഏറ്റവും ബിഗസ്റ്റ് അണ്ടർ അച്ചീവേഴ്സ് ആയിരുന്നു. സ്പെയിനിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഏറ്റവും വലിയ 2 ഫുട്ബോൾ ക്ലബ്ബ് സ്പെയിനിലാണ്, പക്ഷെ നാഷണൽ ടീം ഒന്നും ചെയ്യാത്തൊരു ടീമായിരുന്നു. അത് മാറേണ്ടത് അവരുടെ യൂത്ത് സിസ്റ്റം. എനിക്ക് ഓർമ്മയുണ്ട്, ലൂയി വാൻ ഹാൽ 2000-ൽ ബാഴ്സലോണ കോച്ചായിരുന്നു പറഞ്ഞു, എൻ്റെ ഒരു സ്വപ്നമാണ് ഒരു ദിവസം 11 ലോക്കൽ കളിക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിയിൽ വളർന്ന കളിക്കാർ വെച്ച് ഒരു ചാമ്പ്യൻസ് ലീഗ് ജയിക്കണം. അപ്പൊ എല്ലാവരും ചിരിച്ചു. 9 കൊല്ലം കഴിഞ്ഞ് 2009-ൽ 8 ലാമാസിയ ഗ്രാജുവേറ്റ്സ് ഉണ്ടായിരുന്നു ബാഴ്സലോണ ജയിച്ച ടീമിൽ. അപ്പൊ അതാണ് ആ യൂത്ത് പ്രോഗ്രാം. അതേപോലെ ഫ്രാൻസിലും ഞാൻ ഇന്നലെ പറഞ്ഞു, ക്ലെയർ ഫൗണ്ടെയിൻ അക്കാഡമി ഇപ്പോൾ 38 കൊല്ലമായി. അതിൽ തിയറി ഓൺറി തൊട്ട് എല്ലാ മികച്ച കളിക്കാരും വന്നിട്ടുള്ളത്. അപ്പൊ ആ 2 യൂത്ത് ഇത് പ്രൊമോട്ട് ചെയ്ത് വലുതായ 2 ടീംസാണ് അടുത്ത കാലത്ത്. ഫ്രാൻസും ആദ്യം ജയിക്കേണ്ടത് 98-ലാണ്, സ്പെയിൻ 2010-ൽ. പക്ഷെ സ്പെയിൻ അത് കഴിഞ്ഞിട്ട് ഒരു സെമി എത്തേണ്ടത് ഇപ്പോഴാണ്. ഫ്രാൻസിൻ്റെ ഇതിപ്പോ അടുപ്പിച്ച് ഇപ്പം കഴിഞ്ഞ 3 സെമി അവർ തോറ്റിട്ടില്ല. ഇത് 4ാമത്തെയാണ് തോൽക്കാതെ. ഇന്ന് തോറ്റില്ലെങ്കിൽ 4ാമത്തെ ആയിരിക്കും അടുപ്പിച്ച്. അടയാളപ്പെടുത്തുക കാലമേ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. പക്ഷെ ബ്ലോക്കുകളെ വകഞ്ഞു മാറ്റിയതാ ഗോൾ. കളിയിൽ മാത്രമല്ല, ഹൃദയത്തിന്റെ ബ്ലോക്ക് മാറ്റൂ, ജീവിതത്തിൽ വിജയിക്കൂ. BKCC ഹാർട്ട് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. കോൺടാക്ട് 9746 722 922. പിന്നെ ദിലീപിനോട് ചോദിക്കാൻ, ദിലീപിൻ്റെ ഒരു
എനിക്കങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. കാരണം എനിക്കിപ്പോൾ ആര് തോറ്റാലും അത്ര പ്രശ്നമില്ല. പക്ഷെ എന്നാലും ഈ 1ഉം 3ഉം ടീമുകളാണ് ഫിഫ റാങ്കിങ്ങിൽ. നമുക്കറിയാം ഈ ദിലീപ് പറയുന്ന പോലെ ദിലീപ് അത്രയും ഫോളോ ചെയ്യുന്നുണ്ട്. ദിലീപിന് ഈ ഇതിനകത്തുള്ള കളിക്കുന്ന എല്ലാവരെയും ഫോളോ ചെയ്യുന്ന. അപ്പോൾ ഇതിൽ ഒരാൾ തോൽക്കുമ്പം 1ഉം 3ഉം എന്ന് പറയുമ്പം ഫ്രാൻസാണ് നമ്പർ 1. അപ്പോൾ അതിനകത്ത് ഈ തോൽവി ദിലീപിനെ എങ്ങനെയാണ് ബാധിക്കുക? എന്നെ പേഴ്സണലായിട്ട് ബാധിക്കൊന്നുമില്ല. ഞാൻ ഉം. പ്രവചിച്ചത് ആദ്യം തന്നെ ഫ്രാൻസ് ജയിക്കേണ്ട ഒരു കോമ്പറ്റീഷനാണിത്. പക്ഷെ അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീം ഉം. സ്പെയിനാണ്. എന്താ വെച്ചാൽ സ്പെയിനിന് ബോൾ കീപ്പ് ചെയ്യാൻ അറിയാം. മിക്ക ടീംസിനും അത് ഫ്രാൻസിനെതിരെ ബോൾ പിടിച്ചു വെക്കാൻ പറ്റില്ല. അപ്പം അതനുസരിച്ച് എത്രത്തോളം ബോൾ ഫ്രാൻസിന് കിട്ടും, അവർ എത്ര ഫാസ്റ്റായിട്ട് അത് ഫോർവേഡ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അനുസരിച്ചിട്ടായിരിക്കും ഈ കളി തീരുമാനമാവുക. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഫ്രഞ്ച് മുൻനിര നോക്കുമ്പോൾ ഇത് ഫ്രാൻസ് ഒരു 2-1 ജയിക്കേണ്ട ഒരു കളിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഒരു ഞാൻ ചോദിക്കുന്ന ഒരു ഫുട്ബോൾ റൈറ്റർ എന്നുള്ള രീതിയിൽ ദിലീപിനൊരു ക്രൈസിസ് എനിക്ക് ഉള്ള കളിയല്ലേ? വളരെ- കാരണം എനിക്ക് നാളത്തെ വളരെ- കളിയല്ല, നാളത്തെ കളിയേക്കാളും കൂടുതൽ പ്രശ്നം ദിലീപിന് ഉണ്ടാക്കാൻ പോകുന്ന കളിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്കിത് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ പ്രധാനമായിട്ടുള്ളൊരു കളിയാണ് അതെ. ഇത്. എന്താ വെച്ചാൽ ഞാൻ ആദ്യം എനിക്ക് കളി മനസ്സിലാവാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ആദ്യം കണ്ട ഒരു മേജർ ഫൈനൽ യൂറോ 84 ഈ 2 ടീംസും തമ്മിലായിരുന്നു. അതിൽ ഫ്രാൻസ് ഹോം ടീമായിരുന്നു. അവർ ഭയങ്കര ഫോമിൽ ഇതേപോലെ എല്ലാവരെയും അടിച്ച് തെറിപ്പിച്ച് ഫൈനലിൽ എത്തിയ ഒരു ടീം. പ്ലാറ്റിനി അക്കാലത്ത് ഏറ്റവും വലിയ കളിക്കാരനായിരുന്നു. ഇപ്പം എംബാപ്പയൊക്കെ ഉള്ള പോലെ 9 ഗോളൊറ്റ പ്ലാറ്റിനി ആ ടൂർണമെന്റിൽ അടിച്ചിട്ടുണ്ട്. സ്പെയിൻ ആണെങ്കിൽ ജർമ്മനി അപ്സെറ്റ് ചെയ്തിട്ട് പിന്നീട് സെമിയിൽ ഡെൻമാർക്കിനെ പെനൽറ്റീസ് തോൽപ്പിച്ചൊക്കെ എത്തിച്ച് അവർക്കൊരു വളരെ മികച്ചൊരു ഗോൾ കീപ്പിംഗ് ലെജൻഡ് ആയിരുന്നു ലൂയിസ് ആർക്കനാഡ്, അവരുടെ ക്യാപ്റ്റനും കൂടി. ആർക്കനാഡിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്നാണ് ഫ്രാൻസ് ആ ഫൈനലിൽ ജയിക്കുന്നത്. ഒരു ഫ്രീ കിക്ക് വളരെ വീക്കായിട്ട്, പ്ലാറ്റിനി ഫ്രീ കിക്ക് എക്സ്പേർട്ട് ആയിരുന്നു, പക്ഷെ അന്ന് ഫോഴ്സ് ഇല്ലാതെ അടിച്ചിട്ട് അത് പക്ഷെ ഈ ചെസ്റ്റിന്റെ അടിയിൽ കൂടി വഴുതിപ്പോയി ഗോളായി. ഇപ്പോഴും സ്പെയിനിൽ അത് ആർക്കനാഡാസ് ഗോൾ എന്നാണ് അവർ ഓർമ്മിക്കുന്നത്. അത് വലിയൊരു നാഷണൽ ട്രാജഡി ആയിട്ടാണ് അവരത് കണ്ടത്. 2008 അവർ യൂറോ ജയിച്ചപ്പോൾ റിസർവ് ഗോൾ കീപ്പറായ ആൻഡ്രേസ് പാലോപ്പ് ആർക്കനാഡിന്റെ ഷർട്ട് പൊക്കി. എന്നുവെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജയിച്ചതെന്ന് പറഞ്ഞ പോലെ. അപ്പൊ അത്രയും ചരിത്രമുള്ള ഒരു കളിയാണ്. പിന്നെ നെയ്ബേഴ്സും ആണല്ലോ. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനുള്ള പോലത്തെ ഒരു ദേഷ്യവും വൈരാഗ്യമൊന്നും ഇല്ലെങ്കിലും ആരുടെയാണ് മികച്ച ഫുട്ബോൾ എന്ന് എല്ലാ കാലത്തും ഒരു ചർച്ച ഉണ്ടായിട്ടുള്ളതാണ്. ഇതിനകത്ത് ഇപ്പം ഫ്രാൻസ് ഓർ സ്പെയിൻ എന്നുള്ള ഈ സാധനം വരുന്ന സമയത്ത് സ്ട്രാറ്റജീസ് ഏറ്റുമുട്ടുന്ന സമയത്ത് നമ്മൾ ഇപ്പം പറഞ്ഞല്ലോ, ദിലീപ് പറഞ്ഞല്ലോ, രണ്ടും അടുത്തടുത്തുള്ള രാഷ്ട്രങ്ങൾ, രണ്ടിൻ്റെ മാനേജേഴ്സും അങ്ങനെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള 2 കക്ഷികൾ. അപ്പം ഈ പ്രൊഫഷണൽ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റുമുട്ടലിൽ ആര് ജയിക്കുന്ന തോന്നുന്നത്? അതും കൂടി നമ്മൾ പറയേണ്ടതാണ്. ഇതിപ്പോ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 2 പേർക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ടീംസാണ്. ഇപ്പോൾ ഫ്രാൻസിന് ബോൾ ഇല്ലാതെ കളിക്കാനും അറിയാം, ബോൾ വെച്ച് കളിക്കാനും പറ്റും. സ്പെയിനും ഇപ്പൊ പണ്ടത്തെ ടിക്കി ടാക്ക മാത്രമല്ല, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാൻ. ഇപ്പൊ മിക്കൽ മെറീനോ വന്നാൽ അവർ ഷോർട്ട് പാസ് അല്ല കൊടുക്കാൻ പോകണം, ചിലപ്പോൾ ലോങ് ബോൾ തന്നെയായിരിക്കും. അപ്പൊ 2 പേർക്കും ആ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷെ ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ ചുവമനി ഫിറ്റ് ആണെങ്കിൽ, കഴിഞ്ഞ 2 കളിയിൽ ഒളീസ് നേരത്തെ സ്റ്റാൻഡേർഡ് എത്തിയിട്ടില്ല. എന്തുകൊണ്ട്? ആ ചുവമനിയുടെ സെക്യൂരിറ്റി ഇല്ല മിഡ്ഫീൽഡിൽ. കോണെ കുറച്ചും കൂടി ഒരു പ്രോഗ്രസീവ് അറ്റാക്കിംഗ് പ്ലെയർ. അപ്പോൾ ഒളീസിക്ക് കുറച്ചും കൂടി ഒരു വിത്ഡ്രോൺ ആയി കളിക്കേണ്ടി വരണം കവർ ചെയ്യാൻ വേണ്ടി. ചുവമനി ഉള്ളപ്പോൾ ഫ്രീ ആയിട്ട് കളിക്കാം. അപ്പോൾ ചുവമനി ഫിറ്റ് ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഫ്രാൻസ് ജയിക്കും. ഈ തോൽവി എന്നുള്ളൊരു സംഭവം സംഭവിക്കുമല്ലോ, എങ്ങനെയായാലും ഒന്നുകിൽ ഫ്രാൻസ് തോൽക്കും, സ്പെയിൻ തോൽക്കും. ഇതിലൊരു വേറൊരു ബൈനറി ഒരു സാധനം വരുന്നില്ല. അപ്പം അതിനകത്ത് ഇപ്പം ഡെഷാംസ് മാറുകയും ഈ കോച്ചസ് മാറുന്ന ഒരു സിറ്റുവേഷനിൽ ദിലീപ് കാണുന്ന ഒരു ഫ്യൂച്ചർ എന്താണ് ഈ 2 ടീമിൻ്റെ? സ്പെയിനിന്റെ കോച്ച് മാറാൻ ഒരു സാധ്യതയും കാണില്ല. ഇപ്പൊ എല്ലാവരും ഗ്വാഡിയോളോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത്രയും ജയിച്ചു വന്നിട്ടുള്ള ഒരു കോച്ചിനെ ആരും ഒഴിവാക്കാൻ പോകുന്നില്ല. അതും ഇത്രയും നല്ല രീതിയിൽ ഒരു ലോകകപ്പ് സെമി എത്തിയ ഒരു ടീമിന്റെ കോച്ചിന്. അത് തോറ്റാലും നിങ്ങൾ ഏറ്റവും മികച്ച ടീമിനോടാണ് തോൽക്കണം, അല്ലാതെ ഒരു അപ്സെറ്റ് ഒരു തോൽവിയൊന്നും ആയിരിക്കില്ല. അപ്പൊ ഡെലഫുവന്റയുടെ ജോലിയുടെ കാര്യത്തിൽ ഒരു സംശയമില്ല എനിക്ക്, അടുത്ത കാലത്തേക്ക് എന്തായാലും ഒരു സംശയമില്ല.
മറ്റേത് ഏതായാലും ഇനിയിപ്പോ ആര് വരുന്നുള്ളത് എല്ലാവരും സിഡാൻ എന്നാണ് പറയുന്നത്. ഉം. അത് ഫ്രാൻസിന്റെ. കണ്ടറിയണം ഫ്രാൻസിന്റെ. അല്ല, ഒരു വരിയും കൂടി നമ്മൾ പറയണം തോന്നുന്നു. കാരണം അപ്പുറത്ത് അർജന്റീനയും ഇംഗ്ലണ്ടും നാളെയുള്ള കളിയുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ ഈ നമ്മൾ സംസാരിക്കുന്നതിനൊരു ഇതുണ്ടാവില്ല. ഈ കളി ജയിക്കുന്ന ടീം ലോകകപ്പ് ജയിക്കുന്ന എനിക്ക് ഏകദേശം ഉറപ്പാണ്. എന്താ വെച്ചാൽ മറ്റേത് രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാണാൻ രസമുള്ള രണ്ട് ടീംസാണ് അർജന്റീനയും ഇംഗ്ലണ്ടും. പക്ഷെ പല പ്രോബ്ലംസും ഉണ്ട്. ഇവിടെ ഈ രണ്ട് ടീംസും നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു എന്താ പറയുക, പെട്ടെന്ന് നമ്മളെ സ്ട്രൈക്ക് ചെയ്യണ ഒരു വീക്ക്നെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല.